ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ 4ാം ക്ലാസ്സിലെ ആദ്യ ചാപ്റ്ററായ വയലും വനവും എന്ന ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, നമുക്ക് ചുറ്റും ഒരുപാട് ജീവികളുണ്ട് അല്ലേ? അതിൽ ചിലവയൊക്കെ കരയിൽ വസിക്കുന്നവയാണ്, കുറച്ച് ആൾക്കാർ ജലത്തിൽ ജീവിക്കുന്നവരുണ്ട്, മറ്റു ചില ആൾക്കാർ ജലത്തിലും കരയിലും ഒരുപോലെ താമസിക്കാൻ കഴിയുന്നവരുമുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് ഓരോ പ്രത്യേകതകളും ഈ ജീവികളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇങ്ങനെയുള്ള പ്രത്യേകതകൾ ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ പ്രത്യേകതകളായിട്ട് എന്തെങ്കിലുമൊക്കെ കാണും. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് താമസിക്കുവാൻ വേണ്ട സവിശേഷതകളെയാണ് നമ്മൾ അനുകൂലനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അനുകൂലനം? ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് താമസിക്കുവാൻ അല്ലെങ്കിൽ ജീവിക്കുവാൻ ആവശ്യമായ ചില സവിശേഷതകൾ, ഈ സവിശേഷതകളെ പറയുന്ന പേരാണ് അനുകൂലനം. ഇനി ഓരോ ജീവിക്കും അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടാവും അല്ലേ? ഇപ്പൊ നമുക്ക് നോക്കാം. ജീവികളെ തന്നെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. കരയിൽ ജീവിക്കുന്നവ, ജലത്തിൽ ജീവിക്കുന്നവ, കരയിലും ജലത്തിലും ജീവിക്കുന്നവ. ഈ കരയിലും ജലത്തിലും ജീവിക്കുന്നവയെ നമ്മൾ പറയുന്ന പേരുണ്ട്, ഒരു പ്രത്യേക പേരുണ്ട്. എന്താണ്? ഉഭയജീവികൾ. ആദ്യം നമുക്ക് മത്സ്യത്തിന്റെ സവിശേഷതകൾ നോക്കാം. മത്സ്യത്തിന്റെ സവിശേഷതകൾ ഒന്ന്, അവ ശകുലങ്ങൾ ഉപയോഗിച്ചാണ് ശ്വസിക്കുന്നത്. പിന്നെ അവയുടെ ശരീരത്തിന്റെ പ്രത്യേകത എന്താ? വഴുവഴുപ്പുള്ളതായിരിക്കും. മത്സ്യങ്ങളുടെ ശരീരത്തിന്റെ പ്രത്യേകതയാണ് വഴുവഴുപ്പുള്ളത്. അത് ജലത്തിലൂടെ വളരെ ഈസി ആയിട്ട് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കും. പിന്നെ എന്താണ്? അവയുടെ ശരീരത്തിന്റെ ആകൃതി എന്താണ്? ഒരു തോടിയുടെ പോലാണ്, അതായത് രണ്ടറ്റവും കൂർത്തിരിക്കും. അപ്പം അത് ജലത്തിലൂടെ അവർക്ക് വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെന്താണ്? ജലത്തിൽ തുഴയുന്നതിനും അതുപോലെ തന്നെ അവരുടെ ഡയറക്ഷൻ മാറ്റുന്ന, അതായത് ദിശ മാറുന്നതിനും ഒക്കെ ആയിട്ട് അവരുടെ ചിറകുകൾ സഹായിക്കുന്നുണ്ട്. അപ്പം വാല് ഉപയോഗിച്ച് അതിന് പെട്ടെന്ന് അവരുടെ ദിശ മാറ്റാനായിട്ട് സാധിക്കും. പിന്നെന്താണ്? അവയുടെ പുറമേയുള്ള ശൽഖങ്ങൾ എന്ന് പറയുന്നത് നല്ല നിരനിരയായി അടുക്കി വെച്ചിരിക്കുന്ന ശൽഖങ്ങളാണല്ലോ അല്ലെ? അപ്പൊ ഇവയൊക്കെ മത്സ്യങ്ങളുടെ പ്രത്യേകതയാണ്, ജലത്തിൽ ജീവിക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന പ്രത്യേകതകളാണ്. അടുത്തത് തവളയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തവള ഒരു ഉഭയജീവിയാണ്, അതായത് ജലത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു ജീവിയാണ് തവള. കരയിലായിരിക്കുമ്പോൾ അവർ അവരുടെ ശ്വാസകോശം ഉപയോഗിച്ച് ശ്വസിക്കുകയും ജലത്തിലായിരിക്കുമ്പോൾ അവരുടെ ത്വക്കിലൂടെയാണ് അവർ ശ്വസിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, അതിന്റെ ത്വക്കിന്റെ പ്രത്യേകത എന്താണ്? വഴുവഴുപ്പുള്ള ത്വക്കാണ് അല്ലെ? അപ്പം ആ വഴുവഴുപ്പുള്ള ത്വക്കിലൂടെ ജലത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന വായുവാണ് അവ ശ്വസിക്കുന്നത്. ഇനി കരയിലായിരിക്കുമ്പോഴോ അവ ശ്വാസകോശം ഉപയോഗിച്ച് ശ്വസിക്കുന്നു. അടുത്തത് മുതലയും നമുക്കറിയാം കരയിലും ജലത്തിലും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ശരീരത്തിന്റെ ആകൃതി അതിനെ ജലത്തിലൂടെ വളരെ ഈസി ആയിട്ടും മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നു. ജലത്തിൽ തുഴയാൻ കഴിയുന്ന വിധത്തിലുള്ള വാലാണ് ഈ മുതലയ്ക്കുള്ളത്. ആമയുടെ സവിശേഷതകൾ അല്ലെങ്കിൽ അനുകൂലനങ്ങൾ. ആമയ്ക്കും എന്താണ്? ജലത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ്. ആമയ്ക്ക് വഴുവഴുപ്പുള്ള ശരീരമാണുള്ളത്. അതുപോലെ നിങ്ങൾക്കറിയാം, അതിൻ്റെ തല അതിൻ്റെ തോടിനുള്ളിലേക്ക് വലിക്കാൻ കഴിയും. പിന്നെന്താണ്? അന്തരീക്ഷവായു ശ്വസിക്കാതെ കുറേ സമയം അല്ലെ ഏറെ സമയം അതിന് ജലത്തിൽ ചെലവഴിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ പ്രത്യേകതകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ആമയ്ക്ക് ജലത്തിലും ജീവിക്കാൻ സാധിക്കുന്നത്. താറാവിന്റെ തൂവലുകളുടെ പ്രത്യേകത എന്താണ്? എണ്ണമയമുള്ള തൂവലുകളാണ്. തൂവലുകൾ എണ്ണമയമുള്ളവയാണ്. താറാവിന്റെ പ്രത്യേകത എണ്ണമയമുള്ള തൂവലുകൾ. പിന്നെന്താണ്? വെള്ളത്തിൽ നിന്നും ചെളിയിൽ നിന്നൊക്കെയാണ് ഇത് ആഹാരം ഭക്ഷിക്കുന്നത്. അപ്പം അതിന് അനുയോജ്യമായ ചുണ്ടുകളാണ് അവയ്ക്കുള്ളത്. പരന്ന നീളമുള്ള ചുണ്ടുകളാണ് അവയ്ക്കുള്ളത്. പിന്നെ 2 സുഷിരങ്ങൾ കാണാം. ഈ ചുണ്ടുകളിൽ 2 സുഷിരങ്ങൾ കാണാം. അതെന്തിനാണ്? ഈ വെള്ളം, ചെളി ഇതൊക്കെ അതിലൂടെ പുറത്തേക്ക് ഒഴുകി പോകുന്നതിനായിട്ടാണ് ആ 2 സുഷിരങ്ങളുള്ളത്, ദ്വാരങ്ങൾ. പിന്നുള്ളത് ചർമ്മബന്ധിതമായ വിരലുകളോട് കൂടിയ
കാലുകൾ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചർമ്മബന്ധിതമായ വിരലുകളോട് കൂടിയ കാലുകൾ, അതും തവളയ്ക്കും ആ ഒരു പ്രത്യേകതയുണ്ട്. ചർമ്മബന്ധിതമായ വിരലുകളോടുകൂടിയ കാലുകൾ. ഇതെന്തിനു സഹായിക്കുന്നു? ജലത്തിൽ അവയ്ക്ക് ഈസി ആയിട്ട് നീന്തിപ്പോകാനായിട്ട് സഹായിക്കുന്നു. അടുത്തത് ആമ്പൽ താമര. ഇത് ജലത്തിൽ ജീവിക്കുന്ന 2 സസ്യങ്ങളാണ്. ഇവയുടെ പ്രത്യേകത എന്താണ്? ഇതിന്റെ ഇലകളും തണ്ടും ഒക്കെ ജലത്തിന് മുകളിലേക്ക് പൊങ്ങി നിൽക്കാനായിട്ട് സഹായിക്കുന്ന എന്താണ്? ഇവയിൽ വായു അറകളുണ്ട്. ഈ വായു അറകൾ ഈ ഇലകളെ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കാനായിട്ട് സഹായിക്കുന്നു. പിന്നെന്താണ്? ഇലയിൽ എണ്ണമയമുണ്ട്. ഒരു എണ്ണമയം മിനുസമുള്ള പ്രതലമാണ് ഈ ഇലകൾക്കുള്ളത്. അപ്പൊ എണ്ണമയമുള്ള പ്രതലമുണ്ട്. വെള്ളത്തിൽ കിടന്നാൽ ഈ ഇലകൾ അഴുകിപ്പോവുകയില്ല. പിന്നെന്താണ്? വെള്ളത്തിലാണെങ്കിലും അവ ചീഞ്ഞു പോകാതിരിക്കുന്നു. അടുത്തത് നീർക്കോലി. നീർക്കോലിയുടെ പ്രത്യേകത എന്താണ്? വെള്ളത്തിൽ തുഴഞ്ഞു സഞ്ചരിക്കുന്നതിന് വഴക്കമുള്ള ശരീരമാണ്. അവയ്ക്ക് വെള്ളത്തിൽ തുഴഞ്ഞു പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ശരീരമാണ് ഈ നീർക്കോലിക്കുള്ളത്. അതുപോലെ തന്നെ ഇതിന് ശൽഖങ്ങൾ, ഉരസിലെ ശൽഖങ്ങൾ ഉപയോഗിച്ച് കരയിൽ സഞ്ചരിക്കുന്നു. അവയ്ക്ക് കരയിലൂടെയും സഞ്ചരിക്കാൻ സാധിക്കും. അപ്പൊ അതിന് സഹായിക്കുന്ന അവയുടെ ശൽഖങ്ങളാണ്. കൊക്ക്, നീളമേറിയ കാലുകൾ, അതുപോലെ തന്നെ നീളമേറിയ ചുണ്ടുകൾ, നീണ്ട കഴുത്ത്. അതുപോലെ കൊക്കുകളുടെ പ്രത്യേകത എന്താണ്? കൂർത്തതാണ്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ജലത്തിൽ നിന്നൊക്കെ കുളങ്ങളിൽ നിന്നൊക്കെ മീനിനെ പൊക്കിക്കൊണ്ട് പോകുന്ന കാണാം അല്ലെ. അപ്പൊ അതിന്റെ ചുണ്ടുകളും നീളമുള്ള കാലുകളും ഒക്കെയാണ് ഇതിന് സഹായിക്കുന്നത്.